തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്രാട സദ്യ ആഘോഷമാക്കി ഭക്തർ. 15,000 ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ തിരുവോണ ആഘോഷങ്ങളുടെ തുടക്കം തൃക്കാക്കരയിലാണ്. ഇന്നിപ്പോൾ ആ തിരുവോണ ആഘോഷം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ ഉത്രാടം നാളാണ്. ഉത്രാടം നാളിൽ തൃക്കാക്കരയെ സംബന്ധിച്ച് വലിയ ആഘോഷങ്ങളുണ്ട്. ഭഗവാന് കാണിക്ക സമർപ്പിക്കൽ, അതിനുശേഷം ഉത്രാട സദ്യ. ഇപ്പോൾ ഉത്രാട സദ്യയാണ് ഈ തിരുവോണം ഓഡിറ്റോറിയത്തിന് മുൻപിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക പന്തലിൽ പുരോഗമിക്കുന്നത്. 1200ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങൾ അടങ്ങിയ സദ്യയാണ്. പരിപ്പ് പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഈ സദ്യയുടെ ഭാഗമായി എത്തുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. 15,000ഓളം ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡും അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളും എല്ലാം കണക്കുകൂട്ടുന്നത്. അവർക്ക് വരുന്ന എല്ലാവർക്കും സദ്യ കൊടുക്കുന്നതിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഉണ്ട്. മണിക്കൂറുകൾ മുമ്പേ തന്നെ ഇതിൻ്റെ സദ്യയുടെ വട്ടങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ചേച്ചി? തിരക്ക് എങ്ങനെ? നല്ല തിരക്കാണിപ്പോൾ. കുറച്ചേ ആയിട്ടുള്ളൂ, രണ്ടാമത്തെ പന്തി ആയിട്ടുള്ളൂ. അടുത്ത പന്തികൾക്കുള്ളത് ആൾക്കാർ നിറച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ തിരക്കനുസരിച്ച് നമ്മൾ കയറ്റി വിടുന്നു. വരുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള വരുന്ന എല്ലാവർക്കും കൊടുത്തിട്ടേ വിടുള്ളൂ. വയറ് നിറച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ വിളമ്പുന്നുണ്ട്. ഉത്രാടത്തിന് ശേഷം വൈകിട്ടോട് കൂടി ഇവിടെ പകൽപ്പൂരമുണ്ട്. പകൽപ്പൂരത്തിന് ശേഷം ഇന്നിപ്പോൾ മറ്റു തിരക്കുകളിലോട്ട് ആളുകൾ പോകും. നാളെ തിരുവോണമാണ്. തിരുവോണ ദിവസമാണ് തൃക്കാക്കര അമ്പലത്തിലെ പ്രത്യേകമായിട്ടുള്ള പേര് കേട്ട തിരുവോണ സദ്യ നടക്കുന്നത്. അതിൻ്റെയുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ശരത് അമ്പാട്ടുകാവിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.